എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഗ്രാറ്റിറ്റ്യൂഡ്, ദ പവർ ഓഫ് താങ്ക്ഫുൾനെസ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുത മാറ്റങ്ങൾ, അത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ അത് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ധന്യ മാം ആണ്. ധന്യ മാമിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാം മ്യൂട്ടാണ്. താങ്ക് യു ഡിലിസ് ടീച്ചർ. ഇന്നത്തെ നമ്മുടെ ഡിവൈൻ മദറിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത പലരും ഉണ്ട്, ലിങ്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് പുറത്തേക്ക്. അതുകൊണ്ട് നമ്മുടെ ഡിവൈൻ മദർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് മാത്രമല്ല ഇത് കാണുന്നതെന്നും അറിയാം, നമ്മൾ യൂട്യൂബിൽ ഇടാറുമുണ്ട്. അപ്പൊ പലർക്കും ഉള്ള സംശയം എന്താണ് ഈ ഡിവൈൻ മദർ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം. പലരും നമ്മുടെ ഫോൺ നമ്പർ കണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെപ്പറ്റിയും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഡിവൈൻ മദർ എന്ന് പറയുന്ന ഈ ആശയം ശ്രീ KV ദയാൽ എന്ന് പറയുന്ന ഒരു പ്രകൃതി സ്നേഹിയും മനുഷ്യ സ്നേഹിയുമായ ഒരു മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രോജക്റ്റ് ആണ്. അദ്ദേഹം ചികിത്സ, ആരോഗ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കൃഷി, ഇങ്ങനെ പല മേഖലകളിലും തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അദ്ദേഹം കുറച്ച് പ്രായമായവർക്ക് വേണ്ടി തുടങ്ങിയ വാനപ്രസ്ഥം എന്നുള്ള കോഴ്സ് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ്. ഇപ്പൊ നമ്മള് നേരത്തെ നമ്മളുടെ പ്രാർത്ഥന ആലപിച്ച നമ്മുടെ സദൃശ്യക്കുട്ടി വാനപ്രസ്ഥത്തിന്റെ ഒരു മെമ്പറാണ്, വളരെ ചെറിയ മോളാണ്. അപ്പോ പ്രായഭേദമന്യേ തന്നെ സാറിനെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ ആ ഒരു ദീർഘവീക്ഷണവും ഒക്കെ സാർ ഒരുപാട് പേരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ ഡിവൈൻ മദർ എന്നുള്ള ഒരു ആശയം അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്: അതായത് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങള് അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തില് അമ്മമാരെ നമുക്ക് എങ്ങനെ അതിനൊക്കെ സഹായിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ചിന്തയുടെ ഫലമായാണ് ഞാനും നമ്മുടെ ഡില്ലിസ് ടീച്ചറും ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരും ഒക്കെ ചേർന്ന് സാറിനെ സഹായിക്കാനായും വന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഒരുപാട് പേരായി. അപ്പോ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും, എല്ലാ ലേഡീസിനും ഇതില് മെമ്പേഴ്സ് ആവാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗർഭാരംഭം മുതൽ ഒരു 11 വർഷക്കാലം ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആരോഗ്യത്തിൻ്റെതാവാം, ശാരീരികം, മാനസികം, ബുദ്ധിപരം ഒക്കെ ആയിട്ടുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ച അത് അമ്മമാരുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അമ്മമാർക്ക് വരുന്ന സംശയങ്ങള് നമുക്ക് നിവൃത്തീകരിച്ചു കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഈ ഡിവൈൻ മദർ എന്ന ഈ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ദേശം. നമ്മുടെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ചെയ്തു വരുന്നത് ഓരോ ഏജ് വൈസ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെ വാട്സാപ്പിന്റെ പല ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നു. ഞങ്ങള് ഇടയ്ക്കൊക്കെ ഓഫ്ലൈൻ സെഷനും ചില സെമിനാർസോ വർക്ക്ഷോപ്പോ അങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സാറിന്റെ വീട്ടിൽ തന്നെയായിരുന്നു, ദയാൽ സാറിന്റെ വീട്ടിലായിരുന്നു, ആലപ്പുഴയില്. അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിയുന്നതും എല്ലാ സൺഡേസിലും നമ്മളൊരു ഓൺലൈൻ പ്രോഗ്രാം ഇതുപോലെ 8:30 to 9:30 ചെയ്യാൻ നമ്മൾ തുടങ്ങിയിരുന്നു. ഇനി ഇടയ്ക്ക് വെച്ച് നമ്മളുടെ മെമ്പേഴ്സിന് മാത്രമായിട്ട് നമ്മളൊരു കോർ കമ്മിറ്റി മീറ്റിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് പ്രാക്ടിക്കലി അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഡെയിലി വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് അതിന്റെ റെസ്പോൺസും ഒക്കെ കണ്ട് അതിന് വേണ്ട കറക്ഷൻസ് കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് നമ്മൾ കൂടെയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിവൈൻ മദറിനെ പറ്റി നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഇങ്ങനെ ഒരു 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ
അമ്മമാര് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ ടീനേജ് കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയും ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 18 വയസ്സ് വരെയുള്ള മക്കളുടെ അമ്മമാർക്ക് സ്വാഗതം. പലരും ഗ്രാൻഡ് മാസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും വേണോന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാനും ഡില്ലിസ് ടീച്ചറും കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പറഞ്ഞു. കാരണം അവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം, ഈ സ്ത്രീകൾ പലപ്പോഴും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കാത്തത് പല ലിമിറ്റിംഗ് ബിലീഫ്സും കൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതും പ്രായോഗികമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് പലപ്പോഴും ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ആയിക്കോട്ടെ. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാമോ ഡില്ലിസ് ടീച്ചർ? ഇല്ല ഇല്ല. സ്ക്രീൻ ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം. ഓക്കെ ഓക്കെ. സ്ക്രീൻ ആണല്ലോ അല്ലെ? ഫുൾ സ്ക്രീൻ. അതെ അതെ. ഓക്കെ. അപ്പോഴ് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാജിക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സെഷൻ. നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഡിവൈൻ മദർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും തന്നെ ഇത് എന്താണെന്ന് അറിയാം. അവർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഒരാഴ്ചയോളമായി ഞങ്ങളത് സ്ഥിരം ഡെയിലി എങ്ങനെയാണത് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ ടിപ്സും കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രയോജനം ലഭിച്ചവരൊക്കെ വളരെ സന്തോഷത്തോടെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇത് ലഭിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സിന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജോയിൻ ചെയ്തവർക്ക് ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എൻ്റെ സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെയും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയും ഒക്കെ ജീവിതത്തില് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ സഹായിച്ച ഒരു പ്രാക്ടീസ് ആണ് ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാനിരിക്കുന്നതും അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്. കാരണം നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമുക്ക് സൊസൈറ്റിക്ക് എന്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ സമയമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ അത് നമ്മൾ ഈ പ്രപഞ്ചത്തിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു വലിയ നന്ദി വാക്കാണ്. അപ്പോ അതിന്റെ ഒരു തിരിച്ചു കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്മകളാണ്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടെ പലരും ഉണ്ട്, എനിക്കറിയാം. നമ്മുടെ വനജ മാഡം, അതുപോലെ തന്നെ ശൈലജ മാഡം, ഇവരൊക്കെ അതിന്റെ ഇതൊന്നും ജീവിതത്തിൽ അവർ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ചേഞ്ചസ് വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സീരിയസ് ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പതുക്കെ പതുക്കെ പറ്റും. നമ്മുടെ ഒരു മൈൻഡ് ഷിഫ്റ്റ് അവിടെ നടക്കും. നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ നെഗറ്റീവ് ഒരു നെഗറ്റീവിലേക്കുള്ള ഒരു ചായ്വിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മളത് പോസിറ്റീവിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും. അപ്പോ എനിക്ക് പറയാനുള്ള ഇതാണ്, ഗ്രാറ്റിറ്റ്യൂഡ് മാജിക് എന്ന് പറയുന്നത് ശരിക്കും ഡിസ്കവറിങ് ദ പവർ ഓഫ് താങ്ക്ഫുൾനെസ്. എവിടെയൊക്കെയാണ് നമുക്ക് നന്ദി പറയാൻ അവസരങ്ങളുള്ളത് എന്ന് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണിത്. ഇതില് സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല, ആയിട്ടില്ലല്ലോ. കിട്ടുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് സ്ലൈഡ് ആണോ? ഫസ്റ്റ് ഇട്ട സ്ലൈഡ് തന്നെയാ വന്നേക്കുന്നത്.
സെക്കൻഡ് സ്ലൈഡ് ആയോ? ഇല്ല, അത് തന്നെ എൻലാർജ് ചെയ്യണം, അങ്ങനെ വരുന്നത്. ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ഓക്കെ. വരുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ആണോ ഇപ്പൊ കാണുന്നത്? പക്ഷെ സ്ക്രീൻ ഫുള്ളായി അത് കാണുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഉള്ളില് നമുക്കുള്ളതിനെ പറ്റി ഒരു നന്ദിയുടെ ഒരു ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക, നമുക്കുള്ളതിനെ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. നമ്മൾ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? ഇപ്പൊ നമുക്കൊരു കാറുണ്ട്, പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് പുതിയൊരു കാർ വാങ്ങുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നെയ്ബർ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ നമുക്ക് അയ്യോ എന്റെ വണ്ടി പഴയതായി പോയി, അല്ലെങ്കിൽ എനിക്കത് വാങ്ങാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്റെ അത്ര പോരാ എന്ന് കരുതി നമ്മൾ ഈ ഉള്ളതിനെ തീരെ അങ്ങ് നെഗ്ലക്ട് ചെയ്തിട്ട് നമുക്ക് ഇല്ലാത്തതിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പതുക്കെ ഒരു വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. എന്നാൽ ഇതിനു പകരം നമ്മൾ ഉള്ളതിന് നമ്മൾ ഒരു നന്ദിയുടെ ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അതിന് നന്ദി പറയാൻ പറ്റിയാല് നമുക്ക് തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും നമുക്ക് താങ്ക്സ് പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്വമേധയാ അട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ ആക്ട് ഓഫ് റെക്കഗ്നൈസിങ് ആൻഡ് അക്നോളജിങ് ദ ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ആൻ ഇമോഷൻ സിമിലർ ടു അപ്രീസിയേഷൻ. നമുക്ക് ഒരു കാര്യം ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനൊരു വാല്യൂ നമുക്ക് തോന്നണം. ഇപ്പം നമ്മളുടെ കുട്ടി ഒരു മാർക്ക് വാങ്ങി വരുന്നു, കുട്ടി 50-ല് 40 മാർക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ബാക്കി 10 മാർക്ക് എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ പേരൻസ്, പ്രത്യേകിച്ച് അമ്മമാര് ആദ്യം ചോദിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ആൾക്ക് എത്ര മാർക്ക് കിട്ടി. അപ്പോ ഇവിടെ നമുക്ക് ഈ ഒരു പേരന്റിങ്ങും കൂടെ ചേർത്ത് നമുക്കിത് വായിക്കാം. അതുപോലെ നമുക്കൊരു സാരി ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് വരുന്നു, അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കുറ്റവും കുറവുകളും ആയിരിക്കും മിക്കപ്പോഴും ശ്രദ്ധിക്കുക. അയ്യോ ഇത് ഇത്രയും വില കൊടുത്ത് വാങ്ങണ്ടായിരുന്നു, ഇതിലും പകുതി വിലയ്ക്ക് എനിക്ക് ഇതിലും നല്ല സ്റ്റഫ് കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിന്റെ എല്ലാം നെഗറ്റീവ്സിലേക്കാണ് നമ്മൾ ശ്രദ്ധ അങ്ങ് പോകുന്നത്. നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും നമുക്ക് അതിലൊരു തൃപ്തിയില്ലായിരുന്നു. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കൂടെ നമ്മൾ അതിനെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത അതിലും ഹയർ ലെവലിലുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന പേരൻസ് കാണും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാണും. നമ്മുടെ പേരൻസ് ഒക്കെ വളരെ എഡ്യൂക്കേറ്റഡും അതുപോലെ നമ്മൾക്ക് നല്ല ഒരു കുട്ടിക്കാലം ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മളുടെ ജോലി, തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി പലർക്കും ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് നല്ല ആരോഗ്യം കാണും, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഓടിച്ചാടി നടക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ നമുക്ക് പുതിയ എഡ്യൂക്കേഷൻ, ഇപ്പം പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കുള്ളിൽ തന്നെ ഒരു ഫീല് വരും, ഓ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ്, ഞാൻ വളരെ ഭാഗ്യവതിയാണ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഫീൽ ഗുഡ് ഒരു കാര്യം നമുക്ക് ഉണ്ടാവും. ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യാൻ ആരെങ്കിലും കാണും. നമുക്കറിയാലോ, നമ്മള് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരു വണ്ടി കാണും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും നമ്മൾ മുന്നിലെത്തുന്നില്ല. പിന്നെ നമുക്ക് എത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ബെറ്റർ വെർഷനായിട്ട് നമുക്ക് മുന്നിലേക്ക് ഓടിപ്പോകാവുന്ന മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലായി വരും. അതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അത്ര കെയർ ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിൽ ദിവസവും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒരാള് നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകം നമ്മൾ വായിക്കുന്നു,
ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ച് സംസാരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം, അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് അത്ര വലിയ കാര്യങ്ങളായിട്ട് ഒരു വലിയ കാര്യമൊന്നും അല്ല എന്താ എത്ര പറയാനായിട്ട്, ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. നമ്മളൊരു താങ്ക്സ് പറയാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ നേരെ നമ്മളങ്ങ് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ചെല്ലും, ബസ്സിലൊക്കെ കയറുമ്പോൾ ലേഡീസ് മിക്കവാറും ചിലവരൊന്നും എഴുന്നേറ്റില്ലെങ്കിലും ജെന്റ്സ് ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നിരുന്നോളൂ സിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ അവർ സീറ്റ് മാറി തരുന്നത് കാണാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ വന്നുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വാക്കുകളായിട്ട് ഒരു താങ്ക് യു, ഒരു സ്മൈലോട് കൂടി പറയുമ്പം ആ എഴുന്നേറ്റ് തന്ന ആൾക്കും അതൊരു വളരെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ആ മൊമെന്റിൽ അതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാറുണ്ടോ? അതുപോലെ പ്രപഞ്ചം നമ്മളെ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ വൈകുന്നേരം ഒരു നന്ദി പറയാറുണ്ടോ? അതൊക്കെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. കാരണം നമ്മൾ പല സ്ഥലത്തും യാത്ര ചെയ്യുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുന്ന നമ്മുടെ ഉള്ളിൽ എന്താണ്? നശിച്ച ട്രാഫിക് എന്നാണോ? അതോ എനിക്ക് ഇന്ന് വല്ലാത്ത ഒരു തലവേദന എടുക്കുന്നു, ആ ചൂടത്തുകൂടി വണ്ടിയിലാണെങ്കിലും AC ഇട്ട് ഓടിച്ചെങ്കിലും കൂടി ഇത്രയും ചൂടത്ത് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ആ ഒരു നെഗറ്റീവ് കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും. അതോടൊപ്പം തന്നെ സ്ലോലി നമ്മൾ രോഗികളായും മാറും. ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മൈൻഡ് പതുക്കെ ഇല്ലാത്തതിലേക്കും നമുക്ക് നെഗറ്റീവ്സിലേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ പിടിക്കാം. അപ്പൊ നിങ്ങൾ കേട്ട് കാണും സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നൊക്കെ. അതായത് സൈക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, സൊമാറ്റിക് എന്ന് പറയുന്ന ബോഡിയുമായിട്ട് ചേർന്ന്. അപ്പം മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്. അപ്പൊ ഇതില് നമുക്കറിയാം ഡോക്ടേഴ്സ് പലപ്പോഴും പല ടെസ്റ്റുകളും ചെയ്യും, നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല, പക്ഷെ നമുക്ക് വയ്യ. അതിപ്പോ നമ്മൾ പറയുന്നത് എന്താ, ഇവരോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും, ഇദ്ദേഹം ഇത് കണ്ടുപിടിക്കാൻ അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ ഡോക്ടർ ശരിയല്ല. അപ്പൊ നമ്മൾ അടുത്ത ഡോക്ടറെ അടുത്ത് പോകും, അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും, അടുത്ത സ്കാനിങ്ങിന് പോകും, MRI എടുക്കും, CT സ്കാൻ എടുക്കും. അങ്ങനെ നമ്മൾ മാറി മാറി നമുക്ക് എന്തോ ഒരു വലിയ അസുഖം ഉണ്ടെന്നുള്ള രീതിയിൽ, അത് വെറുതെ പറയുന്നതല്ല, നമുക്ക് വി ക്യാൻ ഫീൽ ദാറ്റ് ഓൺ അവർ ബോഡി ഓൾസോ. അപ്പം ആ ഒരു ഫിസിക്കലായിട്ട് നമ്മളുടെ അസുഖങ്ങൾ, ഇങ്ങനെ ഇല്ലാത്ത അസുഖങ്ങൾ വരുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമ്മളൊരു ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ ഒരു സന്തോഷകരമല്ലാത്ത അവസ്ഥയിലേക്കും നമ്മൾ പോകുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഐസ്ബർഗ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഫാമിലി, ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ആ ഒരു ടിപ്പ് മാത്രമേ ആകുന്നുള്ളൂ, കുറച്ച് മാത്രം. അതായത് നമുക്കറിയാം ടൈറ്റാനിക് ഒക്കെ പോയിട്ട് ആ കപ്പലൊക്കെ പോയി ഇടിച്ച് തകർന്നത് ഒരു ഐസ്ബർഗിലാണ് അല്ലെ. കാരണം എന്താ, പുറമേക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിന്റെ ഹ്യൂജ് എമൗണ്ട് താഴെയായിരുന്നു. അപ്പോ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടോ, ഒരു അപരിചിതൻ നമ്മളോട് ഒരു കൈൻഡ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കുന്നു, നമ്മളെ ഒന്ന് കാണണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഒരു സൺഷൈൻ അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നു, ഒരു നല്ല പുസ്തകം നമ്മൾ വായിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു, അത് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇത്തരം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് തരുന്ന ഹാപ്പിനെസിന്റെ അളവ് ഭയങ്കരമായിരിക്കും, ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പം ഈ വലിയ വലിയ സന്തോഷങ്ങളിലേക്കല്ല, പകരം നമ്മുടെ ലൈഫിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഓപ്ര വിൻഫ്രയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ബി താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഹാവ്, you will end up having more. If you concentrate on what you don't have, you will never ever have enough. മനസ്സിലായി കാണുമല്ലോ. നമ്മൾ എന്തിലാണോ ഉള്ളത്, അതായത് നമുക്ക് എന്ത് കുറച്ചാണോ നമ്മുടെ കയ്യിലുള്ളത്, നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇല്ലാത്തതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എടുക്കപ്പെടും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഇങ്ങനെ ഒരു കോട്ടുണ്ടെന്ന് തോന്നുന്നു, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവന്റെ കയ്യിൽ നിന്നുള്ളതും കൂടി എടുക്കുമെന്ന്. ഇതായിരിക്കാം ആ പുസ്തകത്തിൽ എഴുതിയതിന്റെ സാരം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ ഓപ്ര വിൻഫ്രെ നിങ്ങൾക്ക് അറിയാം ആരാണെന്നുള്ളത്. വളരെ പരിതാപകരമായ ജീവിത ചുറ്റുപാടുകളിൽ വളർന്നു വന്ന ഒരു ചെറിയ പെൺകുട്ടി പിന്നീട് വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തുകയും സമ്പന്നരിൽ സമ്പന്നയായി മാറുകയും ചെയ്തു. ഒരു ടോക്ക് ഷോ, അതുപോലെ നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഓപ്ര വിൻഫ്രയുടെ ടോക്ക് ഒക്കെ. അപ്പൊ ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറിയ ആ കൊച്ചു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവള്
ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് അട്രാക്ട് ചെയ്തെടുത്ത സംഭവങ്ങളാണ് ജീവിതം മുഴുവൻ അവളെ ഹെൽപ്പ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം, എന്തിനാണ് ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശരിയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഇതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അസുഖങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി മാത്രമാണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് മനുഷ്യന് ബേസിക്കലി നമ്മുടെ മൈൻഡിനൊരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അത് നെഗറ്റീവ്സിലേക്കാണ് നമ്മൾ നോക്കുക എപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്, ഒരു ഗിഫ്റ്റ് കിട്ടി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് അതിന്റെ കുറവുകളാണെങ്കിൽ, അതല്ല നമ്മുടെ കുട്ടി ഒരു മാർക്കും കൊണ്ട് ഓടി വരുന്നു, അപ്പോ ആ ബാക്കിയുള്ള മാർക്കിലേക്കാണ് നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നതെങ്കിൽ, അതുപോലെ എന്തൊക്കെ നമുക്ക് ലഭിച്ചാലും അതിന്റെ കുറവുകളാണ് ആദ്യം വരുന്നതെങ്കിൽ നമുക്ക് ആ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആയിട്ട് മാറി എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹീലിംഗ് ആണ്. നമ്മൾ പലപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തൊരു 20 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ, 20 ഡേയ്സ് ആവണമെന്നില്ല, ഇപ്പൊ നമുക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ പല വേദനകളും മാറിയെന്ന്. അതായത് നമുക്ക് ഉണ്ടാകുന്ന മൈഗ്രെയിൻ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നടുവേദന, വയറുവേദന, കാരണമില്ലാതെയൊക്കെ ചില വേദനകളൊക്കെ സ്ത്രീകൾ ഇങ്ങനെ, അവർക്ക് എപ്പോഴും എന്തെങ്കിലും വേദനകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ പതുക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ലീഷ് ഗുഡ് എക്സ്പീരിയൻസസ്. അപ്പൊ നമുക്ക് നന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ നല്ല എക്സ്പീരിയൻസസ്, നമ്മളെ ഇത്രയും നാളും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളോട് നന്നായി പെരുമാറാൻ തുടങ്ങിയെന്ന് വരാം. കാരണം എന്താ? അത് അവരുടെ മാറ്റമല്ല, നമ്മുടെ മാറ്റമാണ്. നമ്മുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരോടും ഒരു നിരപ്പാവാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരികയാണ്. ഇനി ഇംപ്രൂവ് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പതുക്കെ ഗ്രാജുവലി നമ്മളുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്കുള്ള അബ്സോർപ്ഷൻ, നമുക്ക് വൈറ്റമിൻസ് മിനറൽസ് ഇതൊക്കെ ചെന്നാലും അബ്സോർപ്ഷൻ ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ പതുക്കെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഹാപ്പി ആവുകയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ വ്യക്തികളാവുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹെൽത്ത്, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ, ഇൻക്രീസിങ്. ഇനി അഡ്വേഴ്സിറ്റിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു സാഹചര്യം വരുന്നു, നമുക്ക് വളരെയധികം പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് അറിയാം, ഞാൻ സേഫ് ആയിട്ടുള്ള കരങ്ങളിലാണ്, ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളും എന്റെ ജീവിതത്തിലേക്ക് സംഭവിക്കില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതൊരു ലെസൺ ആണ്, എനിക്ക് എന്തോ ഒരു കാര്യം എനിക്ക് പഠിക്കാനുണ്ട് ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി എനിക്ക് ഇത് ഓവർകം ചെയ്യാനുള്ള ശക്തി തരും. ഇതൊന്നും ശാശ്വതമല്ല. എന്താണേലും ഇവിടെ വന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകേണ്ടവരാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവ് വന്നാലും നമ്മുടെ ഉള്ളിലേക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഹയർ ലെവലിലേക്കൊക്കെ എത്തുമ്പം നമുക്ക് മനസ്സിലാകും ഇതും ഈ കാര്യവും നമുക്ക് നല്ലതിനാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരുമായിട്ടും ഒരു നിരപ്പാവുന്ന ഒരു കണ്ടീഷൻ വരും. ദാറ്റ് ഡസന്റ് മീൻ നമുക്ക് ശത്രുക്കളില്ല എന്നല്ല, നമുക്ക് എല്ലാവരുമായിട്ടും നമുക്ക് ഒരുപോലെ പോകാൻ പറ്റുമെന്നും അല്ല. പക്ഷെ ചില ആൾക്കാരെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടവരെ അവോയ്ഡ് ചെയ്യാനും, അകറ്റി നിർത്തേണ്ടവരെ പ്രപഞ്ചം തന്നെ അങ്ങ് അകറ്റി നിർത്തും. നമുക്ക് ശല്യമില്ലാത്ത വിധത്തില് അവരെ കൊണ്ട് നമുക്ക് വലിയ ശല്യമോ വലിയ ഇന്ററാക്ഷൻസോ ഒന്നുമില്ലാത്ത രീതിയിൽ, നമ്മുടെ കൺവെട്ടത്ത് വരാത്ത രീതിയിൽ അങ്ങ് മാറ്റുകയോ, അല്ലെങ്കിൽ അത്രയും പോയിസണസ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്കറിയാലോ ആൾക്കാർ പല വിധമാണ്. ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സമ്പർക്കം വരാതെ തന്നെ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അതേപോലെ തന്നെ നമുക്കുള്ള ബന്ധങ്ങള് നമ്മൾക്ക് വളരെ ജെന്യുവൻ ആയിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതുപോലെ ആ ഒരു ബന്ധമൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ എനിക്കറിയാം. ഈ ഡിവൈൻ മദർ എന്നുള്ള പ്രോജക്റ്റിൽ വന്ന് ചേർന്നപ്പോഴേ എത്രയോ പേരുടെ സ്നേഹം, എത്രയോ പേരുടെ ആ ഒരു കരുതല്, എത്രയോ പേരുടെ പ്രാർത്ഥനകൾ, ചില വോയിസ് ഒക്കെ കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അപ്പൊ ഇന്ന് രാവിലെയും കൂടി എനിക്ക് തോന്നുന്നു, രാവിലെ എനിക്ക് എഴുന്നേറ്റപ്പോ തന്നെ കിട്ടിയ മെസ്സേജ്, എനിക്ക് തോന്നുന്നു വനജ മാഡം, എന്റെ മാജിക് ഫ്രണ്ടിന്റെ ആയിരുന്നു. അപ്പോ ശരിക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ആ ഒരു ഹാപ്പിനെസിന്റെ ആ ഒരു സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണങ്ങ് നിറയുകയാണ്. കാരണം ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും ഒരു വലിയ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ
നമുക്ക് കിട്ടിയത് പിടിച്ചു വെക്കാതെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനും അത് ഒഴുക്കാനും ഒക്കെ നമുക്ക് പറ്റും. അത് ഒരുപാട് നന്മകളെ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അൾട്ടിമേറ്റ്ലി വി വിൽ ബി സോ ഹാപ്പി. അപ്പൊ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ സ്ഥിരം, നമുക്കറിയാം നമ്മളൊരു ജോലി ചെയ്യുന്ന എന്തിനാ, നമ്മൾക്ക് മാസം അവസാനം സാലറി കിട്ടണം. നമ്മൾ വീട്ടിൽ എന്തിനാ ജോലി ചെയ്യുന്നത്? നമ്മുടെ വീട്ടില് കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾക്കൊരു കടമ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നതിന് പകരം എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, എത്രയോ പേർക്ക് അങ്ങനെ ഒരാളില്ല. അതുപോലെ എത്രയോ പേര് വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ അവരുടെ ചില വാശികൾ, അവരുടെ പിടിവാശികളും അവരെ കൊണ്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ കുട്ടികളുടെയും ഹസ്ബൻഡിന്റെയും ഒക്കെ നല്ല കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 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 ഈ നല്ല കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ നെഗറ്റീവ്സ് പതുക്കെ പതുക്കെ അവിടെ നിന്ന് മാറിപ്പോകും. അപ്പൊ നമ്മളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് അവരിലും ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മാജിക്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ ഇന്ന് ഈ ഒരാഴ്ച കൊണ്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം എവിടെയാണ് ചേഞ്ചസ് ഉണ്ടായത്. ആദ്യം നമ്മുടെ ഉള്ളിൽ ചേഞ്ച് ഉണ്ടായി, പിന്നെ അത് നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ ആ ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ്, സ്പൗസ്, അല്ലെങ്കിൽ അത് കുട്ടികള്, നമ്മുടെ പേരൻസ്. അപ്പൊ ആ ഫാമിലിയുടെ അകത്ത് ഉള്ളവരിലേക്ക് അത് സ്പ്രെഡ് ആവും. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. എല്ലാവരുമായിട്ട് നിരപ്പാവും, എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് പോകുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ഈ ഇമ്മീഡിയറ്റ് സർക്കിൾ, പ്രത്യേകിച്ച് ഞാനുമായിട്ടൊരു നിരപ്പാവണം. എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ. എന്നാൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും വലുത് ആ ഒരു സ്നേഹം സ്പ്രെഡ് ചെയ്യാൻ പറ്റുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നും. ഇപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് സാറ്റർഡേയും കൂടി ജോലിക്ക് പോകണം. നിനക്ക് എന്ത് സുഖമാ, എല്ലാ സാറ്റർഡേയും സൺഡേയും കുട്ടികളുടെ അവധിയും എല്ലാം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. ഈ സാറ്റർഡേയോ സൺഡേയോ വേണമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വന്നോളാം എന്ന് കരുതിയിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെക്കാളും വല്ല മെച്ചം ഉണ്ടായിട്ടാണോ നമുക്ക് ഇതൊക്കെ കിട്ടിയത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറഞ്ഞപ്പോഴാണ് അവര് എന്നോട് പറയുന്നത് ശരിയാണ്, അത് ആ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിച്ചില്ല എന്ന് പറയും. അപ്പൊ ഇതുപോലെയാണ് നമ്മളിലേക്ക് വരുന്ന ചില തോട്ട്സ് ഒക്കെ ഇങ്ങനെയാണ്. എനിക്കതില്ലല്ലോ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ചിന്തകൾക്ക് ആവണം. അപ്പോ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫീൽ മോർ സാറ്റിസ്ഫൈഡ് ഇൻ ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വന്നു കഴിഞ്ഞാൽ എന്താ, ഞാൻ ഹാപ്പിയാണ്, എനിക്കിത് ഉള്ളത് കൊണ്ട് തൃപ്തയാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണല്ലോ. കാരണം പ്രത്യേകിച്ച് കൂടുതലൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഈ ഉള്ളതിന് തന്നെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പാസ്റ്റിലും അല്ല ഫ്യൂച്ചറിലും അല്ല ജീവിക്കുന്നത്, നമുക്ക് ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റും. അതായത് ഇപ്പൊ കിച്ചണിൽ നമ്മൾ തിരക്കിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് വെറുതെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കുക. നമുക്ക് ഇതൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും ഈ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു തന്നിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതാവാം. വോട്ടെവർ ഇറ്റ് ഈസ്, നമ്മുടെ കയ്യിൽ അത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു, അല്ലെ? അതുപോലെ ഇത് കുക്ക് ചെയ്യാൻ, സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ ഇതെനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ഫാമിലിക്ക് എന്റെ സ്നേഹവും എന്റെ ഇഷ്ടവും എന്റെ പ്രണയവും എല്ലാം ചേർന്ന് ഒരു കറി വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് എന്താ പറയാ, അതൊരു സ്വാദിഷ്ടമായ കാര്യമായിട്ട് തോന്നുകയും അതുപോലെ അതിലുള്ള എല്ലാ വൈറ്റമിൻസും ഒക്കെ അവരുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ തോട്ട്സ് എങ്ങനെയാവണം. കുക്ക് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ തോട്ട്സ് പോലും അതിനെ അഫക്ട് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ്, അതുപോലെ അവരോടുള്ള സ്നേഹം, അവരോടുള്ള ഇഷ്ടത്തിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട് മാറും. അതുപോലെ നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കിത് ചെയ്യാൻ പറ്റുന്നു, എനിക്കിത് വാങ്ങാൻ പറ്റുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഡിഷ് ഇത് ഉണ്ടാക്കാൻ എനിക്ക് അറിയാം. അപ്പൊ നമ്മുടെ ഒരു നോളജ്, നമ്മളിത് പഠിപ്പിച്ചു തന്ന ആരാണോ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ അമ്മയാവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനൽ കണ്ടിട്ടായിരിക്കാം നമ്മൾ ചെയ്തത്. അപ്പൊ അവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സെൽഫ് എസ്റ്റീം കൂട്ടാനായിട്ട്, അതായത് എന്താ, നമ്മൾ ആരെക്കാളും മോശമല്ല, നമ്മൾക്ക് എല്ലാം ഉണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ടെന്നുള്ളൊരു ഫീല് വന്നു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റപ്പ് ചെയ്യും. ഇനി യു വിൽ ബി ലൈക്ക് എ മാഗ്നറ്റ് അട്രാക്ടിങ് ഗുഡ് ലക്ക് ആൻഡ് പ്രോസ്പെരിറ്റി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം.
നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്തും നമുക്ക് അറിയാവുന്നവരിലൊക്കെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, ഫാമിലി ആയിട്ട് അവര് എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും സ്ട്രഗിൾ ചെയ്യും. ഈവൻ ലോട്ടറി അടിച്ചാൽ പോലും ഒരു 2 മാസത്തിനകം അവര് പഴയ രീതിയിലേക്ക് വരും. അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ മൈൻഡ് സെറ്റ് മാറുന്നില്ലല്ലോ, ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവിടെ അതുപോലെ തന്നെ പോവുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഇത് ചെയ്യൂ. അപ്പോ ഇത് ഞങ്ങൾ പറയുന്നത് ഏർലി മോർണിംഗ് ഒരു 6 മണിക്ക് മുന്നേ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. കൂടി വന്ന ഒരു 6:30 7 മണി, അതായത് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റിനകം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ എത്ര പേര് അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ഷേപ്പ് മാറ്റിമറിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ, നമ്മുടെ കൂടെയുള്ളവർ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ചേഞ്ചസ് നമ്മളോട് ഷെയർ ചെയ്യുന്നു, അല്ലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അയ്യോ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അത് ചിലപ്പം വർഷങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളാവാം, ദിവസങ്ങളാവാം. അപ്പൊ എത്രത്തോളം നേരത്തെ നമ്മൾ ഇത് മനസ്സിലാക്കി ആ ഒരു ചേഞ്ചസ് വോളണ്ടിയർലി നമുക്ക് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മിറാക്കിൾസ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ബെനിഫിറ്റ്സും, അത് ഞാനിവിടെ വെറുതെ പറയുന്നതല്ല, ഇതിനെല്ലാം പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ ഒരുപാട് ജേർണൽസും അതുപോലെ റിസർച്ചിൻ ഫൈൻഡിങ്സും പേപ്പേഴ്സും എല്ലാം നിങ്ങൾക്ക് നെറ്റിലുണ്ട്. ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി എല്ലാം നോക്കുമ്പോൾ എല്ലാം പ്രൂഫ് ഉള്ളത് മാത്രമേ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ എല്ലാം പേപ്പേഴ്സ് നമുക്ക് കിട്ടും, അതെടുത്ത് വെച്ചൊന്ന് നോക്കുക. എന്തൊക്കെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്കും എന്താ പറയാ, ഒരു മാജിക് ആയിട്ടുള്ള പവറുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. യു ക്യാൻ എൻജോയ് ദ പ്രസന്റ് മൊമെന്റ്, അതാണ് ഏറ്റവും വലുത്. കാരണം നമുക്ക് ഇന്ന് ഈ നിമിഷം ശ്വസിക്കാൻ പറ്റുന്നു, നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു, ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാനും പറ്റുന്നു. ഇതൊക്കെ എന്ത് വലിയ ബ്ലെസ്സിങ്സ് ആണെന്ന് നമുക്ക് അറിയുന്ന എപ്പോഴാണെന്നറിയോ, നമ്മൾ ഓക്സിജന് ഓരോ മിനിറ്റിലും ഓരോ ഔൺസിനും വില കൊടുത്തുകൊണ്ട് വെന്റിലേറ്ററിലൊക്കെ പോയി കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ദിവസത്തേക്ക് എത്രയാണ് അതിന്റെ വാടകയെന്ന്. നമ്മൾ വെറുതെ ശ്വസിക്കുന്ന ഈ ഒരു നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, അതൊന്ന് യന്ത്രത്തിന്റെ സഹായത്തോടെ ഒക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം എക്സ്പെൻസീവ് ആണെന്നും എത്രമാത്രം കഷ്ടത നിറഞ്ഞതാണെന്നും ഈ അനായാസം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി അതുപോലും നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൊമെന്റിൽ നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റിയാൽ തന്നെ അതാണ് ഒരു ഗ്രേറ്റ് മെഡിറ്റേഷൻ. നമ്മളും നമ്മുടെ പ്രപഞ്ചവുമായിട്ട് ഒരു ഹാർമണിയിൽ, ഒരു സൈലൻസിലേക്ക് നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കിട്ടാനും ഉള്ള അവസരങ്ങളും ആ സമയത്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമുക്കൊരു കിളിയുടെ പാട്ട് കേൾക്കാൻ പറ്റും, നമുക്ക് പോയി ഒരു ബീച്ചിൽ ഇരുന്നാല് നമുക്ക് ശരിക്കും ആ മൊമെന്റിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്, ആ തിരമാല വരുന്നതും അടിക്കുന്നതും കടലിന്റെ ശബ്ദവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതേസമയം അവിടെ പോയിരുന്നിട്ടും ചിന്തിച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ, അവര് എന്തൊക്കെയോ കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് പോയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ മൊമെന്റിൽ അവര് ജീവിക്കുന്നില്ല. അപ്പൊ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ്സും അതുപോലെ ഈ മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതുമാണ്. ഓഫ് കോഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്റ്റെൻഡ്സ് ദ ലൈഫ് സ്പാൻ. നമുക്കറിയാം ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ, രോഗം അകന്ന് നിൽക്കുന്നു, നമ്മൾ കുറെ കൂടെ ഹെൽത്തി ആവുന്നു, നമുക്ക് കുറെ കൂടെ വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നു, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നു, അതെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും ഇതൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് എനിക്കിങ്ങനെ ഓരോ ദിവസവും സന്തോഷം കൂടി വരുന്നതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നന്ദി പറയുന്നതിന്റെ അളവും കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്പാനും നീണ്ടു വരും. ഇനി എക്കാർട്ട് ടോളെയുടെ ഒരു കോട്ട് നമുക്ക് നോക്കാം. അക്നോളജിങ് ദ ഗുഡ് ദാറ്റ് യു ഓൾറെഡി ഹാവ് ഇൻ യുവർ ലൈഫ് ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ അബണ്ടൻസ്. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യും. ഉള്ളവര് വീണ്ടും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദി പറയാനുള്ള സാഹചര്യങ്ങളെയും അട്രാക്ട് ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ്, ഇത് നമ്മുടെ ചില സഹോദരിമാര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ്, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഉത്തരമാണ്, അത് പറ്റാതിരിക്കുക എന്നുള്ള ഒന്നില്ല, എല്ലാവർക്കും ഇത് സാധിക്കും.
പക്ഷെ ഇതിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്, എല്ലാവർക്കും തന്നെ ആവശ്യമാണ്. അപ്പൊ അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോ തടസ്സങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുതാനിരിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടുന്നില്ല, നമ്മളുടെ മൈൻഡിലേക്ക് ഒരുപാട് തോട്ട്സ് വരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഒരു ഡിഫിക്കൽട്ടി. അപ്പൊ അതിന് നമുക്കൊരു ക്ലെൻസിങ് ആവശ്യമാണ്. അതായത് നമ്മുടെ ബോഡി, മൈൻഡ്, സോൾ ഇത്രയും സംഭവങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യണം. ഒരുപാട് കാലത്തെ എന്താ പറയാ, നമ്മുടെ കർമാസ് എന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്രഷൻസ് ആയിട്ട് കാണും. അപ്പൊ അതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അത് ആര് ക്ലീൻ ചെയ്യും? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ അത് പുറത്തേക്ക് വരണം. ഒരു സോറി ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക, എനിക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് പറയുക, എനിക്ക് ഇതിനോടെല്ലാം നന്ദിയുണ്ടെന്ന് പറയുക. ഈ 4 കാര്യങ്ങളും കൂടെ ചേർന്ന ഒരു ടെക്നിക്കാണ് ഹോപ്പോനോപ്പോനോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഈ പേര് ഒരു വിചിത്രമായ പേരായിട്ട് തോന്നാം. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഒരുപാട് ഇത് വേണമെങ്കിൽ ഇതിനെപ്പറ്റി തന്നെ നമുക്ക് ഒരു സെഷൻ എടുക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണിത്. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതിനെപ്പറ്റി മെയിൻ ആയിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് മാത്രം ഞാൻ പറയാം. ഇതൊരു ഹവായ് ദ്വീപുകളിലൊക്കെ ഉള്ള പഴയ ഗോത്രവർഗക്കാര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണിത്. അവരെന്തിനാണ് ഇത് പ്രാക്ടീസ് ചെയ്തതെന്ന് അറിയോ? അവർക്ക് അസുഖം വരുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷനിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നതാണ്. ആൾക്കാരുമായിട്ട് വഴക്കിടുമ്പോൾ ആണ് നമുക്ക് അസുഖം വരുന്നത് എന്ന് പറഞ്ഞ് അവര് കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഈ ഹോപ്പോനോപ്പോനോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അതില് അവര് പറയുന്നത് അതിൽ ശരിക്കും ഒരു മിറാക്കിൾ ഹീലിംഗ് എലമെന്റ് ആയിട്ടാണ് അതിനെ അവര് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നമ്മള് ഹോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ആണ്. പോണോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്. നമ്മൾ ഓപ്പണോ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം അത് പറയുമ്പോൾ ശരിക്കും നമ്മളും മറ്റുള്ളവരും ആയിട്ടുള്ള ആ റിലേഷൻ റീസ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അവരത് പരാമർശിക്കുന്നത്. ഒരു ഹാർമണി അവിടെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ മാജിക് വേർഡ്സ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നമ്മൾ ആരോടാ പറയുന്നേ? ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തോടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഐ എം സോറി. ഐ എം സോറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ഒരു കാര്യം സംഭവിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇപ്പൊ സപ്പോസ് യുവർ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു സ്വഭാവം, അതായത് ഇപ്പൊ മദ്യപാനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഇദ്ദേഹത്തിന് വേണ്ടി ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്ക് ചിലപ്പോൾ വിചിത്രമായിട്ടൊക്കെ തോന്നും, പക്ഷെ പലരും ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് പറയാറുണ്ട്. അതായത് ഈ വന്ന സാഹചര്യത്തിന് നമ്മളാണ് സോറി പറയുന്നത്. ചിലപ്പോൾ വൈഫായിരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യം മൂലമാണോ, ഞാൻ മൂലം എന്തെങ്കിലും ഒരു സാഹചര്യം ഇദ്ദേഹത്തിന് ഈ മദ്യപാന ആസക്തിക്ക് വേണ്ടി ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ അതിന് സോറി പറയും. ഇത് ചെയ്യേണ്ടത് ഫുൾ ഫീലിംഗ് ലെവലിലായിരിക്കണം. ഇത് വെറുതെ നമ്മൾ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ ഇങ്ങനെ ചിലവര് മന്ത്രം പോലെ പറയും. അതല്ല, ഇത് ഫീലിംഗ് ലെവലിൽ നിന്ന് പറയണം എന്നാണ് പറയുന്ന ഈ ടെക്നിക്. അപ്പോ അടുത്ത നമ്മൾ പറയുന്നു പ്ലീസ് ഫോർഗീവ് മീ. കാരണം എന്താ? എനിക്ക് മനസ്സിലായി എന്റെ തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അത് എന്തുമാവാം. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കുട്ടി നമ്മളോട് മിസ്ബിഹേവ് ചെയ്തു, ഷൗട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലിരുന്ന ആ കുട്ടിയെ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാണ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നിട്ട് താങ്ക് യു, ഐ ലവ് യു. അപ്പൊ ഇത് പറയുന്നതോടുകൂടി നമ്മുടെ മൈൻഡ്, അതായത് ഇതെല്ലാം സംഭവിക്കുന്ന നമ്മുടെ മൈൻഡിലും ബ്രെയിനിലുമാണ്. നമുക്കറിയാലോ നമ്മുടെ ഓരോ കെമിക്കൽ റിയാക്ഷൻസും ഓരോ കാര്യങ്ങളും ഹോർമോണൽ ചേഞ്ചസും ഇതെല്ലാം അതിനെല്ലാം ഉള്ള പ്രാക്ടീസ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് വഴി നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പിന്നെ നമ്മൾ അതിനൊരു സോറി നമ്മൾ സിൻസിയർ ആയിട്ട് ചോദിക്കുന്നു. എന്നിട്ട് ഈ ഒരു സാഹചര്യം എന്നെ പഠിപ്പിക്കാനായിരുന്നു, അതിനൊരു താങ്ക് യു പറയുന്നു. അത് കഴിഞ്ഞ് ആ വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെയുണ്ട്. ആ പ്രോബ്ലത്തെ നമുക്ക് വെറുക്കാം, പക്ഷെ ആ വ്യക്തിയെ ആ പേഴ്സണെ നമ്മൾ വെറുക്കുന്നില്ല. അപ്പൊ ആ പേഴ്സണോട് നമ്മൾ ഐ ലവ് യു, താങ്ക് യു ഇങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ഫീലിംഗ് നമ്മൾ അങ്ങോട്ട് കടത്തിവിടാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഈ ഒരു മന്ത്ര നമ്മൾ ചെയ്യുന്നതിലൂടെ. അപ്പൊ ഇതെന്ന് പറയുന്നത്, ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് പലരും ഹീലിങ്ങിന് ഉപയോഗിക്കാറുണ്ട്.
അതുപോലെ തന്നെ അതായത് ചില അസുഖങ്ങളൊന്നും എന്ത് ചെയ്തിട്ടും ഹീലാവുന്നില്ലെങ്കിൽ പലപ്പോഴും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഈവൻ ഡോക്ടേഴ്സ് വരെ യൂസ് ചെയ്യുന്നുണ്ടെന്നാലും നെറ്റിലൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ ടെക്നിക്ക്. ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ നല്ല ഫീ കൊടുത്തിട്ടാണ് ആൾക്കാർ പോയിട്ട് ഈ ഹോപ്പനോപ്പനോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ. അതൊക്കെ ഇപ്പോഴൊരു ഫാഷനാന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് ഇതിന്റെ സെഷൻസ് ഒക്കെ വെക്കാറുണ്ട്. നമ്മൾ എന്തായാലും ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോ ഇതിന് പേയ്മെന്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൽ വർത്താന്ന് തോന്നും. ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഇവിടെ ഞങ്ങൾ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു വിലയില്ലാന്ന് തോന്നും. പക്ഷെ സാധനം ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും കുട്ടികളിൽ നമുക്ക് ഉള്ള റിലേഷൻസിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഹീലിങ്ങിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണോ മണിയുടെ കേസിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതായത് മണി നമുക്കൊരു ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും മാസം അവസാനം ആകുമ്പോൾ എന്റെ കയ്യിൽ പൈസയില്ല, നല്ല സാലറി ഉണ്ട്, വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് അവസാനം വരുമ്പം ഒരുപാട് ഹോസ്പിറ്റൽ കേസസ് അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നമ്മുടെ കയ്യിൽ പിന്നെ ഒന്നുമില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ഇതുമായിട്ട് ആ മണിയോട് തന്നെ നമ്മൾ പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അപ്പൊ അത് മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ പൈസയാണ്. അപ്പൊ എനിക്ക് ഐ എം സോറി എന്തിനാ നമ്മൾ പറയുന്നത്? എനിക്ക് നിന്നെ കയ്യിൽ ഇത്രയും കിട്ടിയിട്ടും എനിക്ക് അതിനെ യൂസ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സോറി നമ്മുടെ ഉള്ളിൽ നിന്ന് സിൻസിയർ ആയിട്ട് വരുമ്പോൾ അതിന്റെ സൊല്യൂഷനും നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അവിടെയാണ് അത് നമുക്ക് മനസ്സിലാവേണ്ടത്. അതുപോലെ പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഇതിന് ദുരുപയോഗം ചെയ്തു, അതിനെ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു എന്ന് പറയുന്നത് എന്തിനാ? എന്നിട്ടും വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വരികയാണ്, അതിന് താങ്ക് യു പറയാം. ആൻഡ് ഐ ലവ് യു. അപ്പൊ ഇത് ഓരോ ഘട്ടത്തിലും നമ്മുടെ എവിടെയാണോ നമുക്കൊരു ബ്ലോക്ക് ഉള്ളത്, നമുക്ക് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അവിടെ നമുക്ക് പറയാം. അതുപോലെ നമ്മുടെ കുട്ടികൾ മഹാ ഉഴപ്പായിട്ട് പോകുന്നു, അല്ലെ പഠിക്കുന്നില്ല, അവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോ നമുക്ക് നമ്മുടെ അവരോടുള്ള അപ്രോച്ച് മാറും. അങ്ങനെ അവരും ആ ചേഞ്ചസ് അവരിലും വരും. ഇനി ഇദ്ദേഹം ഡോക്ടർ ഹ്യൂ ലെൻ ആണ് നമ്മുടെ ഈ ഹോപ്പനോപ്പനോ എന്ന് പറയുന്ന ഈ ടെക്നിക്കിനെ ഇത്രയും ഫേമസ് ആക്കിയത്. ഇദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹം ഈ ഹവായ് ദ്വീപില് അവരുടെ സ്റ്റേറ്റ് ഹോസ്പിറ്റലില് ചാർജ് എടുത്തപ്പോൾ അവിടെ ഒരു വാർഡിൽ ഉണ്ടായിരുന്നത് മുഴുവൻ ക്രിമിനൽസും വളരെ എന്താ പറയാ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള മാനസിക രോഗികൾ തന്നെ അവരായിരുന്നു. ഇദ്ദേഹം അവരെ ഒന്ന് കാണുക പോലും ചെയ്യാതെ അതിൽ ഓരോരുത്തരുടെയും ഫയൽ എടുത്തു വെച്ച് ഈ ഓപ്പനോ പ്രാക്ടീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്ത എന്താന്ന് പറഞ്ഞാല്, ഇന്ന വ്യക്തി ഈ ഒരു സ്റ്റേറ്റിലായിരിക്കുന്നതിന് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ഉത്തരവാദികളാണ്. സോ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. അപ്പൊ അത് പുള്ളി ആ ഫീലിംഗ് ലെവലിൽ എടുത്തിട്ട് ഇത് ചെയ്തു. ഇത് നിങ്ങൾക്ക് നെറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഒരുപാട് വീഡിയോസ് ഇദ്ദേഹത്തെ പറ്റിയുണ്ട്, ഇദ്ദേഹം ചെയ്ത ഈ പ്രാക്ടീസിനെ പറ്റിയുണ്ട്. അപ്പോഴൊക്കെ അവർ പറയുന്ന ഇതാണ്, ആ ഫീലിംഗ് ലെവലിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പോയിട്ട് ഇതിന്റെ ഒരു റിസർച്ച് നടത്തണം. എന്നിട്ട് നിങ്ങൾ ചെറുതായിട്ട് നമ്മുടെ ലൈഫിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് സയൻസ് ഒക്കെ പഠിച്ചവരായതുകൊണ്ട് ഇതൊക്കെ സ്യൂഡോ സയൻസ് എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് ഇതായി കാണും, വർക്ക് ചെയ്ത് കാണും, ഇതെല്ലായിടത്തും വർക്ക് ചെയ്തില്ല എന്നൊക്കെ വിചാരിച്ച ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതൊരു ക്യൂരിയോസിറ്റിക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ചില ഫ്രണ്ട്സ് ഒക്കെ ആകെ തകർന്നു വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഈവൻ ഡിവോഴ്സിന്റെ ഒക്കെ വക്കിൽ വന്ന് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. ഹസ്ബൻഡിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് പറയണമെന്നില്ല, നിങ്ങൾ അത് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിയുമ്പം പുള്ളിയോട് പറയാൻ തോന്നും. അപ്പൊ അങ്ങനെ ഈ വലിയ മഞ്ഞൊക്കെ ഉരുകിപ്പോകും. അപ്പൊ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഒത്തിരി കൗൺസിലേഴ്സിനും അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയും ഒക്കെ കണ്ട് പൈസ കളയണമെന്നില്ല. ഇങ്ങനെയുള്ള ചില ചെറിയ ടിപ്സ് ടെക്നിക്സ് ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ നമ്മുടെ ലൈഫിൽ അത് ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരും. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്കറിയാം എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും അറിയാം. സേ താങ്ക് യു വെനെവർ യു ഗെറ്റ് എ ചാൻസ് ഫോർ ഇറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ മലയാളികൾ പൊതുവെ ഈ ഒരു താങ്ക്സ് പറയാൻ മടിയുള്ളവരാണ്. എന്താണെങ്കിലും ഒരു എന്താ പറയാ, ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അത് അവരുടെ ജോലിയല്ലേ, അവരെനിക്ക് ചെയ്തു തന്നു അല്ലേ. അമ്മ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് തന്നു, നമ്മുടെ ഉള്ളിൽ എന്താ, അത് അമ്മയുടെ ജോലിയല്ലേ, അമ്മ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കഴിക്കുന്നു. അപ്പൊ അതിന് പകരം നമ്മൾ ചെന്ന് നമ്മുടെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടൊന്ന്, അമ്മ ഇത് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ പോലെ ഉള്ളവര് നമ്മൾ കുക്ക് ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു. അപ്പൊ എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോ അമ്മ കുക്ക് ചെയ്യുന്ന ഒരു ഭക്ഷണം, അമ്മ ഞാൻ ഈ ടേസ്റ്റ് മിസ് ചെയ്യുമായിരുന്നു,
ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനല്ലേ ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രം ആ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് ഒഴുകുവാണ്. നിങ്ങൾക്ക് അത് ആ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. അതുപോലെ മക്കളെയും അത് പഠിപ്പിക്കുക. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവര് അത് മനസ്സിൽ തട്ടി ഒരു താങ്ക്സ് പറയാനായിട്ട് അവരെ പഠിപ്പിക്കുക. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കും അവിടുന്ന് വരുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ട് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ സോറി അങ്ങനെ പറയും. ഇവിടെ ആണെങ്കിലോ നമ്മള് ആരെ ഇടിച്ചിട്ടിട്ട് പോയാലും നമ്മളൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകും. അപ്പൊ എല്ലാവരും അല്ല കേട്ടോ, എന്നാലും പൊതുവെ നമ്മളുടെ സ്കൂളില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മള് ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് കുട്ടി കാണാതെ പറയുന്ന കേൾക്കാനാണ് നമുക്കിഷ്ടം. പക്ഷെ ഇങ്ങനെയുള്ള ചില വാല്യൂസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ടെക്നിക്സും ചില ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഈ പറയുന്ന ഏത് സാഹചര്യത്തിലും അവര് വഴിതെറ്റി പോകാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. അപ്പോ ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുതുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലേക്ക് നമ്മളൊന്ന് ബോധപൂർവം അതിനെ ഒന്ന് വീക്ഷിക്കുന്നു, അതിന് നന്ദി പറയുന്നു. ഇപ്പൊ നമുക്ക് ലൈഫിൽ ഒരു ചെറിയ കുട്ടി നമ്മളെ നോക്കി ചിരിച്ചതാവാം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു സ്നേഹത്തോടെ പെരുമാറിയതാവാം, വഴിയിൽ ഒന്ന് ചിരിച്ച് സംസാരിച്ചതാവാം. അങ്ങനെ പലർക്കും, ഈവൻ പത്രക്കാരനോ പാൽക്കാരനോ ഒക്കെ നമ്മുടെ വീട്ടിൽ അവരെല്ലാം ശരിയാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അവർ വരുന്നത്, പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് അവർ ആ പത്രം തരുന്നു. അപ്പൊ അതിനൊക്കെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അപ്പൊ ഒരു ജേർണൽ എടുത്ത് ഒരു ബുക്ക് എടുത്തിട്ട് അതില് നമ്മൾ എഴുതി വെക്കുക. അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവളാണ്, എന്റെ ശ്വാസത്തിന് നന്ദി, എന്റെ ഹൃദയമിടിപ്പിന് നന്ദി, എന്റെ കണ്ണുകൾക്ക് നന്ദി, എന്റെ എല്ലാ അവയവങ്ങളും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് നന്ദി. ഇങ്ങനെ നന്ദി പറയാനുള്ള കാരണങ്ങൾ, എന്റെ ഹസ്ബൻഡിന് നന്ദി, അല്ലെ, എന്നോട് ഇത്രയും സ്നേഹവും കെയറും അഫെക്ഷനും ഒക്കെ ഉള്ള ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് തന്നതിന് നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ അവരുടെ മിടുക്കരായതിന് നന്ദി. ഇപ്പം ഒന്നും അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മള് ഇതിനങ്ങ് അഡ്വാൻസ് ആയിട്ട് താങ്ക് യു പറയാം. അപ്പൊ നിങ്ങൾ അവിടെ എത്തിയിട്ടാണ് പറയുന്നതെന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ കീപ്പ് ഓൺ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക താങ്ക് യു, ഞാൻ അതിന് നന്ദിയുള്ള ആളാണ്, ഇതിന് നന്ദിയുള്ള ആളാണ്, എനിക്കൊരു വീട് കിട്ടി, അല്ലെങ്കിൽ വീട് ചിലപ്പം വെക്കാൻ പ്ലാൻ പോലും ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് ഒരു വീട് ഉണ്ടായതിന് നന്ദി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഫിനിഷ്ഡ് വർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള ജേർണി എളുപ്പമായി മാറും. അപ്പൊ ഇതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് എത്രത്തോളം അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഇത് കണ്ട് ഇതിന്റെയൊക്കെ ഗുണങ്ങൾ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് പേരുടെ ലൈഫിൽ ഇത് മാറ്റങ്ങൾ വന്നത് കണ്ടത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇത്രയും പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതാം. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമ്മളൊരു പഴയ ഇല്ലന്റ് ഒക്കെ ഇല്ലേ, ആ ഇല്ലന്റ് വേണമെങ്കിൽ അത് വാങ്ങി, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡ് വാങ്ങിച്ച്, ഇപ്പോഴൊന്നും അതൊന്നും ആരും എഴുതാറില്ലല്ലോ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ലെങ്കിൽ വാട്സാപ്പ് എടുക്കുക, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക, സെൻഡ് ചെയ്യുക. അതായത് എന്താണ് ഇന്ന് അദ്ദേഹം എന്നോട് ചെയ്ത എന്ത് കാര്യമാണ് എനിക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ട് തോന്നാൻ കാര്യം. വെറുതെ ആണെങ്കിലും നമുക്ക് പറയാലോ ഐ ഫീൽ സോ ബ്ലെസ്ഡ് ബിക്കോസ് യു ആർ ഇൻ മൈ ലൈഫ്. അത് കേൾക്കുമ്പം ആ കേൾക്കുന്ന ആളുടെ സുഖം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അദ്ദേഹം ആലോചിക്കും ഇവളോട് എങ്ങനെയാണ് ഞാൻ എന്റെ സ്നേഹം അറിയിക്കുക, എന്റെ നന്ദി എങ്ങനെ ഞാൻ അറിയിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആവും. ആരൊക്കെ ലോകം മുഴുവൻ എതിർത്താലും നിങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും, പരസ്പരം ബഹുമാനിക്കും, പരസ്പരം സപ്പോർട്ടീവ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളിലും ആ ഒരു ബന്ധം, ആ ഒരു ഒരുമയും സ്നേഹവും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കും. അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിലും കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആവും. എല്ലാ കാര്യങ്ങളിലും അവര് കുറച്ചുകൂടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് അവര് വരും. അപ്പൊ അവരുടെയും നമുക്ക് താങ്ക് യു നോട്ട് എഴുതി അവരുടെ പുസ്തകത്തിൽ ഒളിപ്പിച്ച് വെക്കാം. അപ്പൊ ആ പുസ്തകം തുറന്നു നോക്കുമ്പോൾ അവർക്ക് അത് കാണുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മമാർക്കെല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു കുട്ടി, നിങ്ങളുടെ ഒരു കുട്ടി സാധാരണ എന്നും ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന ഒരാള് അന്ന് രാവിലെ ആരും വിളിക്കാതെ അവൻ എഴുന്നേറ്റു. അപ്പൊ നമുക്കൊരു താങ്ക് യു നോട്ട് എഴുതിയിട്ട് ആ പുസ്തകത്തിനകത്ത് വെച്ച് കൊടുക്കാം. അതായത് അമ്മയ്ക്ക് വളരെ സന്തോഷമായി, മോൻ ഇത്രയും മിടുക്കനായി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യാനായിട്ട് എനിക്ക് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് അമ്മ ഈസ് സോ ഹാപ്പി, അമ്മ ഈസ് ഫീലിംഗ് സോ ബ്ലെസ്ഡ്. ഇതൊക്കെ നമുക്ക് പറയാം. അപ്പൊ അവർക്ക് ഇത് വായിക്കുമ്പോഴുണ്ടല്ലോ അവരുടെ മൈൻഡ് എന്താകും? ഒന്നാമത്തെ കാര്യം അങ്ങ് നിറയും. രണ്ടാമത്തെ കാര്യം അമ്മയെ സന്തോഷിപ്പിക്കാനുള്ള വഴി ഇവർ ചിന്തിക്കും.
അതിന് പകരം നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ്. അപ്പൊ നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കൊണ്ട് വന്നാലും ഇങ്ങനെയാണ്. ഞാൻ എത്ര ദിവസം നേരത്തെ എഴുന്നേറ്റാലും ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ അന്ന് അടിയാണ്. അപ്പൊ നമ്മൾ ഈ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അക്നോളജ് ചെയ്യുന്നില്ല. ഒരു 100 കാര്യം നല്ലത് ചെയ്താലും അവസാനം ചെയ്യുന്ന ആ ഒരു തെമ്മാടിത്തരം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പെടും, അത് നമ്മൾ കൊടുക്കും. അപ്പോ ഇതൊക്കെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളാണ്. ബോധപൂർവം അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു. അതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫില് നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ ഇങ്ങനെ ഡബിളായി ട്രിപ്പിളായി മൾട്ടിപ്പിൾ ടൈംസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. നമുക്ക് എന്താ പറയാ, സ്വർഗമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണെന്ന് നമുക്ക് തോന്നും. വീട്ടിൽ നിന്നൊന്നും നമുക്ക് മാറി ഒന്ന് ഇരിക്കുന്ന കാര്യം പോലും ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ കമ്പനി, അവരുടെ ആ ഒരു വാംത്ത്, അവരുടെ സ്നേഹം, അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കുട്ടികളൊക്കെ കുറെ കൂടെ ബെറ്റർ ആയി വരും, കുറെ കൂടെ റെസ്പോൺസിബിൾ ആയി വരും. കാരണം എന്താ, നമ്മൾ അവരുടെ എല്ലാ പോസിറ്റീവ്സും നമ്മൾ അവന്റെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരുവാണ്. നീ ഇങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തത് നീ മിടുക്കനായതുകൊണ്ടാണ്, നീ മിടുക്കനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് അവന് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ബോധപൂർവം ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പലരും കാണും പഠിക്കുന്നത്, ഇതിനേക്കാളും മാർക്ക് വാങ്ങുന്നവർ കാണും. അപ്പോഴൊക്കെ ആലോചിക്കുക, എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് മിച്ചം കാണും. ഏത് റോഡിലും നമ്മൾ ഏറ്റവും മുന്നിലല്ല, നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു വണ്ടി കാണും. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളാകുന്ന ആൾക്ക് നമ്മുടെ തന്നെ ഒരു ബെറ്റർ വെർഷൻ. ഈ കുട്ടിയാണെങ്കിൽ, കുട്ടി ഇന്ന് 10 മാർക്ക് വാങ്ങിച്ചെങ്കിലും നാളെ അവൻ 12 മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അവൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. അല്ലാതെ അടുത്തിരിക്കുന്ന ആളെ തോൽപ്പിക്കുക എന്നുള്ള ഒരിക്കലും ആ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മളാണെങ്കിലും നമുക്ക് വേണം എന്നുള്ള ആഗ്രഹം വെക്കുക. നമുക്കൊരു കാറ് വേണം, ഇന്ന മോഡൽ കാർ വേണം, ഓക്കെ ഫൈൻ. അത് മറ്റേ ആളുടെ വണ്ടി ഇതായതുകൊണ്ട് എനിക്ക് അതിന്റെ അപ്പുറം വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ തീരില്ല. അതൊക്കെ അത്യാഗ്രഹം എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകും. അല്ലാത്ത നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരെ മാഗ്നറ്റ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്ക് തന്നെ ആ ഒരു മാജിക് എന്ന് പറയുന്ന വാക്ക് ചേർത്ത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യത്തില് നമ്മൾ കാന്തമായി മാറി നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ പോസിറ്റിവിറ്റിയും, എല്ലാ നന്മകളും, എല്ലാ അബണ്ടൻസിൽ, എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ആരാണ് കൊണ്ടുവരേണ്ടത്? ഇതിന്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ നമുക്ക് കൊടുക്കാം. ഈവൻ നമുക്കൊരു വിസിറ്റ് നടത്താം, നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് നേരിട്ട് വേണമെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ കൊടുക്കാം, വായിച്ച് കേൾപ്പിക്കാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ നിങ്ങൾക്ക് അറിയാം. അതായത് ഇതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അൺമ്യൂട്ട് ആയി നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അൺമ്യൂട്ട് ആവുന്നുണ്ട് ആരോ കേട്ടോ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ട്, ഇപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു സന്തോഷം, ഇന്ന് എനിക്ക് ബസ്സിൽ പോയപ്പോ ഒരാള് സീറ്റ് ഒഴിഞ്ഞു തന്നു, അതൊരു സന്തോഷമല്ലേ? അപ്പൊ നമ്മൾ അത് എഴുതുന്നു, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിലേക്ക് ഇടും, അത് നിറഞ്ഞു വരും. അപ്പം അതിനുള്ള ചെറിയ ചെറിയ പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഒരു ചെറിയ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരേ ഒരു കാര്യം എഴുതാൻ പറ്റിയ ഒരു പേപ്പർ വെക്കുക. അതാണ് നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു വഴി. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് വിസിറ്റ് ഞാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് നമുക്ക് ഒരു വിസിറ്റ് നടത്തി നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കൈമാറാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിലും പ്രാക്ടീസ് ചെയ്യാം. കുട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഇതുപോലെ ചെയ്തിരുന്നു. എന്റെ മോള് അവളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഡയറി മിൽക്ക് വാങ്ങിത്തരണം. ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിനക്ക്? അപ്പൊ പറഞ്ഞു, എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഡയറി മിൽക്ക്, അതുകൊണ്ട് എനിക്ക് ഇത് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഞങ്ങള് ഇതുപോലെ രണ്ടുപേരും കൂടി ബേക്കറിയിൽ പോയി. ഇവള് ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുത്തു. ഞാനപ്പോ പ്രത്യേകം ശ്രദ്ധിച്ചു, ഇവള് ചോദിക്കുന്നുണ്ടോ ഒരെണ്ണം കൂടി വേണം, എനിക്ക് വേണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കൊണ്ടുപോയി ഇദ്ദേഹത്തിന് ഏറ്റവും കൊതിയുള്ള ഒരു കാര്യമാണെന്ന് ഓർക്കണം. അത് നല്ല ഒരു ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത് പുള്ളിക്കാരി കൊണ്ടുപോയി ഫ്രണ്ടിന് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യം ഇവള് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മാത്സിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പുള്ളി അത് കൃത്യമായിട്ട് ഇരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്തു. അതിന്റെ ഹോംവർക്ക് ചെയ്യുന്ന കണ്ടു, കൊടുത്തിരിക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിത് നോട്ട് ചെയ്തു, ഒന്നും പറഞ്ഞില്ല. അപ്പോ ഒരു ഡയറി മിൽക്ക് ഇവള് വാങ്ങി, അതേ ഡയറി മിൽക്ക് വാങ്ങിച്ച് കൊടുത്തു. അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു.
അപ്പൊ എന്തിനാ അമ്മ ഇത് പെട്ടെന്ന് എനിക്ക് വാങ്ങി തന്നെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങളുണ്ട്, ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനിത് തന്നതെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കോളൂ, അപ്പൊ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്ത് ഒരു സ്കൂളിൽ ഫസ്റ്റ് ആകുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ കണ്ടീഷണൽ ലവ് ആണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ കിട്ടും അല്ലെ. അതേസമയം അവള് വോളണ്ടറി ചെയ്ത ഒരു കാര്യം നമ്മൾ അക്നോളജ് ചെയ്യുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എന്ന് പറഞ്ഞാല് അതൊരു ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പൊ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാൻ പറ്റുക. ഇതുപോലെ മിഠായി തന്നെ വാങ്ങിക്കൊടുക്കണമെന്നൊന്നും ഇല്ല. കാരണം നമുക്കറിയാം ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും പിള്ളേർക്കൊന്നും എപ്പോഴും വാങ്ങിക്കൊടുക്കരുതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാം. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ പറ്റിയതാണ് താങ്ക് യു നോട്ട് എഴുതി വെക്കുക. അവര് ഒരു ബ്ലെസ്സിങ് ആണെന്ന് അവരെ അറിയിക്കുക. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ മോശക്കാരിയല്ല, മോശക്കാരനല്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ വലിയ ആളാണ്, എന്നെ കരുതുന്നുണ്ട്, എന്നെ മാനിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീല് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സിനൊക്കെ ചെറിയ ചെറിയ സ്റ്റിക്കറൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോ അതൊക്കെ അവർക്ക് ഒരുപാട്, അത് പ്രത്യേകിച്ച് പേരൻസ് ചെയ്യുന്നതിലും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് റിവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ്. അവരുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റപ്പ് ചെയ്യാനും അവരെ നന്ദിയുള്ളവരാക്കാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് പറ്റും. പിന്നെ ഫൈനൽ വൺ, അത് എന്താ പറയാ, അവസാനം പറഞ്ഞെന്ന് കരുതി ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിക്കരുത്. നമ്മളെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ല വേറെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പോ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മള് ചില എന്താ പറയാ, നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ ഒരിക്കലും അതൊരു വലിയ തെറ്റുകളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. നമ്മൾ പോയി പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ മെഡിറ്റേഷന്റെ ഒരു ഗുണം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ആദ്യം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മള് ദയാസർ പറയാറുണ്ട് സന്നിധാന ധ്യാനമൊക്കെ. അതൊക്കെ നമുക്ക് പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മള് പുറത്തേക്കുള്ള എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് നോക്കുക. ഉള്ള നന്മകള് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഉള്ള നന്മകളെ നമ്മൾ കൗണ്ട് ചെയ്യുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, വാച്ച് യുവർ വേർഡ്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമ്മളുടെ വേർഡ്സ് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകൾ നമ്മൾ നോക്കണം. അതുപോലെ നമ്മുടെ ഫീലിങ്സും നമ്മൾ നോക്കണം. നമ്മുടെ വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയാം, അല്ലെങ്കിലേ എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാണ് ഇത് ഇങ്ങനെ വരുവുള്ളെന്ന്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു തരാൻ. അപ്പൊ അത് അട്രാക്ട് ചെയ്യും. പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ പറയുന്നത്, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് അട്രാക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഫീലിംഗ് ലെവല്, നമുക്ക് എപ്പോഴും ഒരു സങ്കടമാണ്, നമുക്ക് എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ല. ആ ഫീലിംഗും നമുക്ക് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ഇനി ഫൈനലി അത് റൂമി പറഞ്ഞ ഒരു കോട്ടാണ്. അതായത് നിങ്ങൾക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല ഒരു ദിവസമെങ്കില് നിങ്ങൾ അതിന് താങ്ക് യു എന്നുള്ള ഒറ്റ പ്രയർ അത് മതി. അതുകൊണ്ട് കുട്ടികളെയും ഒക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വന്ന് ഒരുമിച്ചിരുന്ന് അന്ന് കിട്ടിയ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അന്ന് കിട്ടിയ നന്മകൾ, അന്ന് കിട്ടിയ ഫുഡിന്, അന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പിന്, അന്ന് ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങൾക്ക്, അന്ന് കിട്ടിയ എല്ലാത്തിനും, അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരാവാനായിട്ട് അവരോടൊന്ന് പറഞ്ഞ് ഒരു 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഡെയിലി അവരിത് കൂടുതൽ കാര്യങ്ങൾ അവർ പറയും. അങ്ങനെ നമുക്ക് അവരുടെ ആ മൈൻഡ് ഷിഫ്റ്റ് നടക്കും. അവരില്ലായ്മയിൽ നിന്നും അബണ്ടൻസിലേക്കും ഉള്ളതിലേക്കും അവരുടെ പോസിറ്റീവ് കാര്യങ്ങളിലേക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് തലവേദന ഒഴിവാകും. കാരണം അവര് ഓരോ കാര്യത്തിനും വന്ന് വാശി പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിപ്പോ വാങ്ങാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളൊന്ന് പറ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുമുള്ള ഒരു പ്രാപ്തി കുട്ടിക്ക് ഉണ്ടാവും. അതായത് നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ്, നമ്മളെക്കാളും ഇല്ലാത്തവര് ഒരുപാട് പേരുണ്ട് എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും ഒന്നും വേഗം പോയി കെട്ടിത്തൂങ്ങി ചാവാനൊന്നും ആ കുട്ടികൾ പോവില്ല. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, ജീവനാണ്. അതുകൊണ്ട് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ എന്നെ കേൾക്കാനായി വന്നു. അതൊരിക്കലും ഞാൻ കരുതുന്നില്ല അത് വെറുതെ സംഭവിച്ചതാണെന്ന്. എല്ലാവരുടെയും ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നവരും ഒരുപാട് നന്മകളെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തവരും ഒരുപാട് ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തോളുക, ധൈര്യമായിരിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു എവരിവൺ.
നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസസ്. വനജ പുത്തഞ്ചിറ. എനിക്ക് പറഞ്ഞോളൂ. ഞാൻ എന്നും താങ്ക്സ് ദൈവത്തിനോട് പറയാറുണ്ടെങ്കിൽ ഞാൻ എഴുതാറില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇവര് മാഡത്തിന്റെ ഒക്കെ ക്ലാസ് കേട്ടെ പിന്നെ ഞാൻ എഴുതി തുടങ്ങിയത്. നന്ദി എഴുതി തുടങ്ങിയപ്പോ ഒരുപാട് എന്റെ മനസ്സിൽ തന്നെ ഒരുപാട് ഒരു ചേഞ്ചസ് വന്ന മാതിരി എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങള് എനിക്ക് വന്നു ചേരുക. പിന്നെ ഞാനൊരു ബ്ലെസ്ഡ് സോളാണെന്ന് നമ്മളെന്നും പറയാറുണ്ട്, എഴുതാറുണ്ട്. തുടക്കം തന്നെ താങ്ക് യു പറഞ്ഞ് എഴുതി തുടങ്ങും. പിന്നെ എന്റെ ഓരോ അവയവങ്ങൾക്ക് പിന്നെ എല്ലാത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയും. പിന്നെ എന്റെ അമ്മയ്ക്ക്, എന്റെ കൂടപ്പുറപ്പുകൾക്ക്, എന്റെ ഫ്രണ്ട്സിന്, പിന്നെ ഞാൻ മീറ്റ് ചെയ്ത എല്ലാവർക്കും, എന്റെ ചുറ്റുള്ളവർക്ക്, അങ്ങനെ എല്ലാത്തിനും നന്ദി പറയുമ്പോൾ, ഓരോ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ അതിന്റെ ഒരു നന്മ എനിക്ക് ദൈവം തരണത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ മക്കൾക്ക്, പിന്നെ എന്റെ ഹസ്ബൻഡിനോട് തന്നെ ഞാൻ ഒരു നന്ദി വാക്ക് ഞാൻ ഇതിനൊരു ഇപ്പോഴും വോയിസ് ആയിട്ട് അയച്ചിട്ട് അതിന്റെ ഒരു മാറ്റം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഉപകാരമായിട്ട് ദൈവത്തിന്റെ ഒരു അഭൗമമായ അനുഗ്രഹം നന്നായിട്ട് കിട്ടിയ മാതിരി എനിക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഞാൻ ഒരു തൃപ്തി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നിലും ഒരു മതിവരാത്ത ഒരു മൈൻഡായിട്ട് ഇങ്ങനെ നടക്കാണ്ട് എല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളൊരു ഫീല്. പിന്നെ ഒന്നിനും നമ്മൾ ഇങ്ങനെ നിരാശപ്പെടണ്ട എന്ന് നന്നായിട്ട് മനസ്സിലായി. അതാണ് മൈൻഡ് ഷിഫ്റ്റ് നടന്നത് കേട്ടോ. 1 വീക്ക് ആയിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഒരു ഒറ്റ ആഴ്ച കൊണ്ട് ഇത്രയും മാറ്റം വന്നതിന് ഒരുപാട് കൺഗ്രാറ്റ്സ് കേട്ടോ. എന്തായാലും ഇത്രയും നല്ല ചേഞ്ചസ്. എനിക്ക് വോയിസ് ഉണ്ടായിരുന്നല്ലോ ഇന്ന് രാവിലെ, ഒരുപാട് സന്തോഷം കേട്ടതില്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. താങ്ക് യു മാഡം. താങ്ക് യു. സന്തോഷ് സാറിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. പറഞ്ഞോളൂ സാർ. ഗുഡ് ഈവനിങ്. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അല്ലേ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനത് അവിചാരിതമായിട്ട് അറിഞ്ഞൊരു സംഭവമാണ് ഇത് ഉള്ളതെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് കയറിയതാണ്. അപ്പൊ കേട്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും. അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അറിയാത്തത് എന്തായാലും എല്ലാ സംസാരത്തിലും ഉണ്ടാവുമല്ലോ. ഒരു കാര്യം തന്നെ നമുക്ക് പഠിക്കാത്ത ഒരു സംസാരം പോലും ആരുടെയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ചകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മൾ അങ്ങനെ വിട്ടുകളഞ്ഞ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനൊക്കെ ആലംബമായിട്ടുള്ളത്, അല്ലെ ബേസ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരാൾ പറയുന്ന സമയത്ത് അവരോട് നന്ദിയോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അവർ പറയുന്ന പലതിലും നമുക്ക് നല്ല കാര്യങ്ങൾ കാണാൻ കഴിയും. അതേ സമയത്ത് അത് നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. നമ്മളുടെ നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മറ്റിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളത് ഒരു ഗുണമില്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് ജീവിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അത് എഴുതി വെച്ചാലും എഴുതി വെച്ചില്ലെങ്കിലും മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുക. അത് ഉള്ളതിന് ഒരു തുള്ളി കണ്ണീര് തന്നെയെങ്കിലും നമ്മൾ വീഴ്ത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അത് യാതൊരു സംശയമില്ല. എല്ലാ ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ, ഒപ്പം എനിക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. സന്തോഷം. ഇനി ഗീത മാഡം ആണോ? ഗീത മാം പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എങ്ങനെയാണ് സജി മാം? ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് ധന്യമോളുടെ ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട്, ഇതൊക്കെ ഞങ്ങൾ കാശ് കൊടുത്ത് പഠിച്ചാട്ടോ. ഓപ്പനൊക്കെ അന്ന് റീവയറിംഗ് ഓഫ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു. കാശ് കൊടുത്ത് പഠിച്ചതാ. ഇതെല്ലാം നമ്മളിവിടെ ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത്. എനിവേ, നല്ലൊരു ഇതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈബിളില് ശലോമോൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അപ്പൊ ആ രാജാവിന് പെട്ടെന്ന് രാജ്യത്തും കിട്ടിക്കഴിഞ്ഞപ്പോ എങ്ങനെ ഭരിക്കണം എന്നറിയില്ല. അപ്പൊ പുള്ളി ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ പുള്ളി 1000 നന്ദി പറഞ്ഞപ്പോ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പം, എനിക്ക് ജ്ഞാനം വേണം, ഈ മനുഷ്യരെ മുഴുവനും
എങ്ങനെയാണ് ഞാൻ ഭരിക്കേണ്ടത്, ഈ രാജ്യം ഭരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനം വേണം എന്ന് ചോദിച്ചപ്പോൾ ഈ ഭൂമി കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളെക്കാളും ഇന്ന് വരെയുള്ള വ്യക്തികളെക്കാളും ഏറ്റവും കൂടിയ ജ്ഞാനം കൊടുക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു സൂത്രം ഞാനും അങ്ങനെ സ്വന്തമാക്കി. എന്തെങ്കിലും കാര്യം കാണാനോ എന്തെങ്കിലും എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാനും അങ്ങ് 1000 നന്ദി അങ്ങ് പറയും. ഈ 1000 നന്ദി പറയുമ്പോഴത്തേക്കും എന്തൊരു പ്രോബ്ലം സോൾവിങ്ങിനാണോ നമ്മൾ പോകുന്നത്, അത് എങ്ങനെയെങ്കിലും ഒരു മാജിക് ആയിട്ട് സൊല്യൂഷൻ പോയിന്റിൽ എത്തുന്നതായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം, ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് ഒരു മിറക്കിൾ ആയിട്ടുള്ള തെറാപ്പിയാണ്. അത് തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യണം. എന്തെങ്കിലും ഇനി നമ്മളുടെ ലൈഫിനകത്ത് പലതരത്തിലുള്ള ഹസാർഡ്സ് വരും അല്ലെ, ഇത് ലൈഫാണ്. ലൈഫ് ഇങ്ങനെ ഈ തിരമാല പോലെയാണ്. ചിലപ്പോൾ വലിയ പൊങ്ങി വരും, താഴെ വരും, പല തരമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അറ്റ് എനി ടൈം എന്തൊക്കെ വരാൻ പറ്റും. എന്ത് വന്നാലും ധൈര്യമാകുക, കണ്ണടച്ചോളൂ, നന്ദി അങ്ങോട്ട് ചറ പറയാന്ന് 1000 എണ്ണം അങ്ങോട്ട് പറയുക. അതിന് എവിടെന്നെങ്കിലും ഒരു സൊല്യൂഷൻ ചാടി പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുറേ ഹസാർഡ്സ്, ഇപ്പൊ എന്റെ കൂട്ടത്തിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ എന്നെ ഒരു മാജിക് ലേഡി എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ വരുന്ന ട്രാജഡികൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളത് സർവൈവ് ചെയ്യും എന്നൊന്നും എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഞാൻ ഫുൾ ടൈം ഒരു പ്രെയർ മാറ്റ് ഉണ്ട്, അതിനകത്ത് അങ്ങോട്ട് 1000 നന്ദി. അപ്പൊ ഈ നന്ദി എനിക്ക് നന്ദി പറയാനേ നേരമുള്ളൂ. ഇപ്പൊ നന്ദി പറഞ്ഞ് എന്റെ ശ്വാസം എടുക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എന്റെ അന്തരിന്ദ്രിയങ്ങൾ ഇങ്ങനെ നന്ദി പറയുന്ന ഒരു മനസ്സായി മാറി. അത് കാരണം തന്നെ ഇപ്പൊ പ്രോബ്ലംസ് ഒന്നും വലിയ കാര്യമായിട്ട് എന്റെ തലയിലോട്ട് വരാറില്ല. ഇതിനെയൊക്കെ ജേണി വിത്തിൽ സാറ് പറഞ്ഞതിന് ശേഷം ഈ മുംബൈയിലിരിക്കുന്ന പക്ഷിയെ പോലെ നോക്കിക്കണ്ട് ഞാനിങ്ങനെ പറന്ന് നടക്കാം. ഇത് സത്യമായ കാര്യം തന്നെയാണ്. ധന്യ എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്നു. എല്ലാ തരത്തിലുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഇനി ഇത് കേട്ടിട്ട് ഇനിയും ആർക്കെങ്കിലും വിഷമമാണെന്നോ എന്തെങ്കിലും വേദനയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇനി ചൂരമണിക്ക് 2 അടിയാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ഭൂമിയാണ് നമുക്ക് തന്നേക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ മുഴുവനും കരകയറാനായിട്ട് ഒറ്റ ഒരു തെറാപ്പി ഉള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ധന്യമോളെ, താങ്ക് യു. ഈ ഒരു നല്ല സായാഹ്നം ഒത്തിരി സന്തോഷം. താങ്ക് യു സജി മാം. സജി മാമിന്റെ ഷെയറിങ്, സജി മാമിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ICUയിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഒരു സെഷന്റെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത മഹത് വ്യക്തിയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ICUയിൽ അതിന്റെ ആ സൗണ്ട് എല്ലാം കൂടെ കേട്ട് കാറ്റ് പോകും. പക്ഷെ സജിമയുടെ ഓരോ പ്രാവശ്യം ICUയിലോട്ട് ഇങ്ങനെ തറവാട്ടിലേക്ക് പോകുന്ന പോലെ പോകും. ഈ പറയുന്ന താങ്ക് യു ഒക്കെ പറഞ്ഞ് ആള് നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചു വരും. അപ്പൊ സജിമാമിന് ഏറ്റവും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു, വന്നതിനും അറ്റൻഡ് ചെയ്തതിനും ഫീഡ്ബാക്ക് പറഞ്ഞതിനും. താങ്ക് യു മാം. ഇനി ആരാ നമ്മുടെ ഗീതാ മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്, ഇപ്പൊ സാധിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എനിക്ക് വളരെ വളരെ സന്തോഷം. ജീവിതത്തിൽ എല്ലാം വീട്ടിൽ തന്നെ ഒരു നല്ല മാറ്റം ഉണ്ടായി. എൻ്റെ മോക്ക് അതൊരു നല്ല അനുഭവം ഉണ്ടായി. അവൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. മാഡം ഒരാഴ്ചയായി തോന്നുന്നു അല്ലേ പ്രാക്ടീസ് തുടങ്ങിയിട്ട്? ഒരാഴ്ചയായുള്ളൂ. ഓക്കെ. എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ടായിരുന്നു ഗ്രൂപ്പില് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെത്. ആര് എന്ത് ചെയ്താലും അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. മൈൻഡാണ് എനിക്ക്. താങ്ക് യു മാം. താങ്ക് യു. ഇനി ആരാണ് ക്ലാസ് എന്ന് ഓർക്കും. ശരി മാം. താങ്ക് യു സോ മച്ച്. ദിൽജിത്ത് ആരായിരുന്നു? ധന്യ. പറഞ്ഞോളൂ. ലിജി എന്റെ സ്കൂൾമേറ്റ് ആണ് കേട്ടോ. ഞാനും ഇതിനകത്തൊരു ശിഷ്യയായിട്ട് ഇതിനകത്ത് കയറി പറ്റിയതാണ്. പകുതിക്കാ കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഒരു വാല്യുബിളായി എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ നീ എപ്പോഴും ഞങ്ങളുടെ കൂട്ടുകാരിയായിട്ട്, ഇന്ന് ഞങ്ങളുടെ ടീച്ചറായിട്ട് അവിടെ വന്ന് പറഞ്ഞപ്പം ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ.
നീ എന്നോട് എപ്പോഴും ധന്യ എപ്പോഴും ഞങ്ങളൊക്കെ തമ്മിൽ എപ്പോഴും ഭയങ്കര എൻ്റെ ഇന്റിമേറ്റ് ആണ് ധന്യ. പക്ഷെ എല്ലാവരും അറിയാൻ വേണ്ടി പറയാണ്, അവള് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾ ഫ്രണ്ട്സിന്. എപ്പോഴും എന്ത് പറയുമ്പോഴും അതിനകത്തൊരു നല്ലൊരു മെസ്സേജ് ഉണ്ടാവും ഞങ്ങൾ കൂട്ടുകാർക്ക്. നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നമ്മളുടെ ക്ലാസ്സുകൾ ഞാൻ മുൻപും കൂടിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കയറുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് നിന്റെ ഈ ഒരു സെഷൻ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻ, എനിക്ക് എന്തായാലും ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എനിക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാനും ധന്യയായി. നിന്റെ ക്ലാസ്സുകളിൽ കൂടി ഞങ്ങളെ ഒത്തിരി പേര് ഇവിടെ ധന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ധന്യമാകട്ടെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് നന്ദി, ദൈവത്തിന് നന്ദി. താങ്ക് യു ധന്യ. താങ്ക് യു ലിജി, താങ്ക് യു സോ മച്ച്. എന്റെ സ്കൂളിലെ കൂട്ടുകാരിയാണ്. ഇപ്പൊ നമുക്ക് സ്കൂളിലെ തൊട്ടുള്ള കുറെ കൂട്ടുകാരെ, ഇവരെല്ലാം ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് ലൈഫില്. നമ്മുടെ പഴയ കൂട്ടുകാർ തന്നെ ഇപ്പോഴും ആ സ്നേഹത്തില് കൂടി നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി A to Z അറിയാവുന്നവരാണ് അവര്. അപ്പോ അവരുടെ വാക്കുകൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരും. ഞങ്ങൾക്കും എനിക്ക് ഒരുപാട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഷെയറിങ് നടന്നിട്ടുണ്ട്. ലിജിക്കും നല്ല തിരക്കുള്ള ഒരു ടീച്ചറാണ്, രാജഗിരിയിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കറിയാം. അപ്പൊ നിനക്ക് ഈ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ കയറി ഇരിക്കാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. അടുത്ത ആരാ? ചേരാണി തിലക്. ധന്യ ആരാണാവോ? അമിതയാണ് ദിൽജിത്ത് എന്നുള്ളത്. ഓ ശരി ശരി, അമിതയാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ധന്യ ടീച്ചറിന്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. കാരണം എല്ലാവർക്കും ഒത്തിരി നന്മ കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തിൽ എത്രത്തോളം പോയിന്റ്സ് അതിനകത്ത് പറഞ്ഞു ചേർക്കാവോ അത്രയും ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അത് ശരിക്കും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഇവിടെ കണ്ടതാണ്. ഒന്ന് രണ്ട് പേര് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറയുന്ന കാര്യം, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്ത് ഗുണം ദോഷം എന്നുള്ളതിനെ കുറിച്ച് ഫസ്റ്റ് ചിന്തിക്കണ്ട. രണ്ടാമത് വേറൊരു കാര്യം, നമ്മൾ ഈ പ്രകൃതിയെ ദുഷിക്കുന്ന അല്ലെ മറ്റൊരു മനുഷ്യനെ ദുഷിക്കുന്നത് ആദ്യം ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അതായത് നശിച്ച മഴ, ഇങ്ങനെ വെയില്, അല്ലെങ്കിൽ മറ്റൊരാളെ ഭയങ്കരമായ ശബ്ദം, ഇതിനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡ്സും ഒടുക്കത്ത എന്നൊക്കെ നമ്മൾ പല സ്റ്റൈലിൽ, ഇപ്പോഴത്തെ പല മോഡേൺ സ്റ്റൈലിൽ പറയത്തില്ലേ, രാഷ്ട്രീയമായിക്കോട്ടെ, മോദി കൊള്ളില്ല, അല്ലെ കമ്മ്യൂണിസ്റ്റ് കൊള്ളത്തില്ല, കോൺഗ്രസ് കൊള്ളത്തില്ല, നമ്മൾ ഈ പറയുന്നത് അവരാരും അറിയുന്നില്ല. അപ്പൊ ഇതിന്റെ ഫലം മൊത്തം, ഇതിന്റെ എഫക്റ്റ് മൊത്തം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഇതിന്റെ ഇമോഷൻസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരാൾ നമ്മളോട് താങ്ക് യു പറയാന്ന് വിചാരിച്ചു, നന്ദി പറയാ, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചുണ്ടിലൊരു പുഞ്ചിരി വരും. എന്നിട്ട് നമുക്ക് എന്താണ് അതിന്റെ കാരണമെന്നറിയാത്തൊരു സന്തോഷം ഉള്ളിൽ വരും. അതാണ് ആ ഫീൽ എന്ന് പറയുന്ന സംഭവം. ആ ഫീല് നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല, ആർക്കും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പോസിറ്റീവ് വേർഡ്സും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. ആദ്യമേ ചുറ്റുവട്ടങ്ങളിലെ ഒരു കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് പ്രകൃതിയെക്കുറിച്ച് നെഗറ്റീവ് പറയാതെ പ്രാക്ടീസ് ചെയ്തു നോക്കുക. കിട്ടുന്നതിനൊക്കെ നന്ദി പറഞ്ഞ് ചെറിയ സ്റ്റെപ്പ്. പിന്നെ അഥവാ ഒരു ബാഡ് വേർഡ്സോ അല്ലെങ്കിൽ നമുക്കൊരു നന്ദികേട് വാക്കുകളോ അല്ലെങ്കിൽ ഒരാളുടെ കുറ്റമോ ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നതെങ്കിൽ വിഷമിക്കാതിരിക്കുക. കാരണം ഒരു 40-50 വയസ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഈ 40 വർഷം പ്രാക്ടീസ് ചെയ്തത് നമുക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതിന് കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി, ഇത് സക്സസ് ആകും. കാരണം ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പം ഇത്രയും സമയം ധന്യയെ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്ന പോലും ദൈവം സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ, പുറമോട്ടൊരു ചിന്ത ഇനിയില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. 2 വർഷമായിട്ട് ഒരു സ്ട്രോക്കിൽ നിന്ന് 27 ദിവസം കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി നല്ല രീതിയിൽ എന്താ പറയാ പരമാനന്ദം 24 hours എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. ഇത് പൈസ കൊടുത്ത് പഠിക്കുന്ന കാര്യമാണ്. ഇത് ഇത്രയും നന്മയോടെ ഫ്രീ ആയി തന്നെ ചെയ്തു തരുന്നു. ഒത്തിരി നന്ദി ധന്യക്ക്, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു അമിത. അമിതയെ അറിയാത്തവർക്ക് വേണ്ടി പറയാം, അമിത
ഒരു ഗ്രേറ്റ് സോൾ ആണ്. അമിത നേരത്തെ പറഞ്ഞു, അമിതയുടെ ജീവിതത്തിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും അമിത ധൈര്യത്തോടെ നിന്നു. അത് മാത്രമല്ല, അമിത ഒരുപാട് പേർക്ക്, എനിക്ക് തന്നെ നേരിട്ടറിയാം, പലരും അമിതയെ വിളിക്കാറുണ്ട്. അമിത ഒരുപാട് പേർക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈവൻ ഞാൻ ചിലപ്പോ ഒരു ലോ ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ അമിതയെ ഒന്ന് വിളിക്കും. അമിതയെ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറെ പോസിറ്റീവായി മാറും. കുറച്ച് കാര്യങ്ങളൊക്കെ അമിത പറയും, സാരമില്ലടാ, ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, തിരക്കൊക്കെ ഇങ്ങനെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു നല്ല ഫീലാണ്. അപ്പൊ അമിതയുടെ കൂടെ ഒരു കൂട്ടം കൂട്ടുകാരുണ്ട്, അതെനിക്കറിയാം. അവരെല്ലാവരും തന്നെ ഇത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞവരാണ്. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഇടയ്ക്ക് ഞാനും അതിൽ ജോയിൻ ആയി. ലേഡീസിന്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നന്മയുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്. അപ്പൊ അമിത ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ ഇവിടെ അറ്റൻഡ് ചെയ്ത് ഫീഡ്ബാക്ക് പറഞ്ഞു. അമിതയുടെ ആ വാല്യുബിൾ പോയിന്റ്സ്, അമിത പറഞ്ഞതുപോലെ നമ്മൾ ഒന്നിനെയും അങ്ങനെ ദുഷിച്ച് നമ്മുടെ വാച്ച് യുവർ വേർഡ്സ് ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞതാണ് അമിത പറഞ്ഞത്. നമ്മള് ചൂട് വരുമ്പോ പറയും നശിച്ച ചൂടെന്ന് പറയും, മഴ വരുമ്പോ പറയും നശിച്ച മഴയെന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ വേർഡ്സിന്റെ ഇമ്പാക്ട് വരുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം ബോധപൂർവം അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉള്ളത്. ഇനി ആരെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു സംശയം, മാജിക് ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മനസ്സിലായില്ല. ജാറാണോ? ഗ്രാറ്റിറ്റ്യൂഡ് ജാറ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മളൊരു സാധാരണ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജാർ എടുക്കുക. എന്നിട്ട് അതിന് ഒരടപ്പ് കാണും. നമ്മൾ അതിലേക്ക് എല്ലാ ദിവസവും വരുന്ന കാര്യങ്ങൾ, നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതിലേക്ക് എഴുതി അതിൻ്റെ ഉള്ളിൽ ഇടുക. എന്നിട്ട് ഏതെങ്കിലും ഒക്കെ ദിവസം നമുക്ക് ഒരു സങ്കടം വരുമല്ലോ, അപ്പൊ പതുക്കെ നമ്മൾ ഇതിന് ഏതെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ സന്തോഷങ്ങൾ നമുക്ക് പ്രീവിയസ് ഡേയ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇതെല്ലാം നമ്മളെ ഹാപ്പി ആക്കാനുള്ള ഓരോ ടെക്നിക്സ് ആണ്. പിന്നെ ഈ ജാർ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും ബ്ലെസ്സിങ്സ് നമുക്ക് ഓരോ ദിവസവും കിട്ടി. അപ്പൊ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങ് വിട്ട് കളയും, കാരണം ഇതിങ്ങനെ നിറഞ്ഞിരിക്കുവാണല്ലോ. അപ്പോ അതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ഇനി ആരും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഡിലിസ് ടീച്ചറെ, ടീച്ചർ ഉണ്ടോ? ഓക്കെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറ്റവും വിലയേറിയ ഒത്തിരി ആശയങ്ങളും പറഞ്ഞു തന്ന ധന്യ മാമിന് ഈ ഡിവൈൻ മദറിന്റെ പേരിലും ഇതിൽ സന്നിധരായ എല്ലാവരുടെയും പേരിലും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ധന്യ മാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു എവരിവൺ. Thank you, teacher. Thank you.